ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സെപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കും, അതുമല്ലെങ്കിൽ വരാനുള്ള കാലത്തേക്കായിരിക്കും പിന്നീട് ഓടുന്നത്. ഒരിക്കലും ഇപ്പോഴുള്ള കാര്യത്തിൽ മനസ്സിന് ശ്രദ്ധിക്കാൻ മടിയാണ്. കഴിഞ്ഞ കാലത്തെ ഓർമ്മകളും വരാനിരിക്കുന്ന കാലം ആഗ്രഹങ്ങളുമാണ്. നമുക്ക് ഒരു വീട്, സാമാന്യം നല്ല ഒരു വീടില്ലെങ്കിൽ ഉള്ള വീടൊക്കെ പൊളിഞ്ഞു വീഴാനായി എന്ന് വരുമ്പോൾ, പുതിയ ഒരു വീട് വെക്കണം എന്ന ആഗ്രഹം വരുമ്പോൾ നമ്മൾ ഭാവിയിലേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നത്. എവിടെയാണ് വീട് വെക്കേണ്ടത്, എങ്ങനെയാണ് പണമുണ്ടാക്കേണ്ടത്, ഏത് പ്ലാനാണ് വേണ്ടത് എന്നെല്ലാം ഭാവിയെക്കുറിച്ച് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആഗ്രഹം വന്നാൽ ഭാവിയിലേക്കും, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ ഭൂതകാലത്തിലേക്കും ഓടുന്നു. അങ്ങനെ ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലേക്കും, ഭാവിയിൽ നിന്ന് ഭൂതത്തിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ വർത്തമാനകാലം, അതായത് ഇപ്പോഴുള്ള ഈ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വല്ലതും നേടാൻ, വല്ലതും ചെയ്യാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ്. കഴിഞ്ഞതോ കഴിഞ്ഞുപോയി, വരാനുള്ളത് വന്നിട്ടുമില്ല. നമ്മൾ കയ്യിലിരിക്കുന്ന ഇപ്പോഴുള്ള സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലത്തേക്കും വരാനുള്ള അവസ്ഥയിലേക്കും ഓടുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ ജീവിതത്തിൽ? നാം ജീവിക്കാതെ പോവുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്? കഴിഞ്ഞത് പോയി, അതിനെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? വരാനുള്ളതിനുള്ള പ്ലാൻ നമുക്ക് ചെയ്യാം. എപ്പോഴും പ്ലാൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ചെയ്യേണ്ടതെന്തോ, ഇപ്പോൾ ചിന്തിക്കേണ്ടതെന്തോ അത് നാം ചെയ്യുക തന്നെ വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമായിരിക്കുന്നത്. ഇന്നത്തെ ഈ സമയമാണ്, ഇപ്പോഴുള്ള ഈ സമയമാണ് നമുക്ക് ഏറ്റവും വിലയേറിയത്. ഏറ്റവും വിലയേറിയ ഈ സമയത്തെ നമ്മൾ വേണ്ട മാതിരി വിനിയോഗിച്ചാൽ അവരുടെ ജീവിതം ധന്യമായിത്തീരും. അതിനാൽ പറയുന്നു, ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ ഭൂതകാലത്തെ പുൽകുന്നു താനേ, ആശയിൽ ജീവിക്കെ ഭാവിയെ പുൽകുന്നു ചോർന്നു പോകും വർത്തമാനം. ഒന്നാലോചിച്ച് നോക്കൂ. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ, പല ഓർമ്മകളിലൂടെ നമ്മൾ ദിവാസ്വപ്നം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഭൂതകാലത്താണ് ജീവിക്കുന്നത്. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ ഭൂതകാലത്തെ പുൽകുന്നു താനേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ ഭൂതകാലത്തെ പുൽകുന്നു താനേ, ആശയിൽ ജീവിക്കെ ഭാവിയെ പുൽകുന്നു. പല ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഭാവിയിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആശയിൽ ജീവിക്കെ ഭാവിയെ പുൽകുന്നു ചോർന്നു പോകും വർത്തമാനം. അപ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഇപ്പോഴുള്ള ഈ സമയമാണ്. എപ്പോഴും നമ്മൾ ഭൂതകാലത്തേക്കും ഭാവി കാലത്തേക്കുമാണ് ഓടുന്നതെങ്കിൽ നമ്മുടെ വർത്തമാനകാലം മുഴുവൻ ചോർന്നുകൊണ്ടിരിക്കുകയല്ലേ? ആ വർത്തമാനകാലം മുഴുവൻ ചോർന്നാൽ നമ്മുടെ ജീവിതം അല്ലേ നഷ്ടമാകുന്നത്? അപ്രകാരമാണെങ്കിൽ നമ്മുടെ ഭാവി കാലവും ഭൂതകാലവും നമുക്ക് നഷ്ടമല്ലേ? നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് നോക്കുമ്പോൾ തനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, ആഗ്രഹങ്ങൾ ഒന്നും നടന്നതുമില്ല. ഭാവിയും ഭൂതവും ഇരുളടഞ്ഞതായി മാറുമ്പോൾ വർത്തമാനം നാം ഉപയോഗിക്കാതെ പോകുന്നു, അതും ഇരുളടഞ്ഞായിട്ടായി മാറുന്നു. അതിനാൽ നമ്മൾ ഇപ്പോഴുള്ള ഈ സമയത്തെ
വേണ്ടതുപോലെ വിനിയോഗിക്കലാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കി തീർക്കേണ്ടത് നാം തന്നെയാണ്. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ ഭൂതകാലത്തെ പുൽകുന്നു താനേ. ആശയിൽ ജീവിക്കെ ഭാവിയെ പുൽകുന്നു ചോർന്നുപോകും വർത്തമാനം. എത്ര വലിയ ഒരു സത്യമാണ് ഇതിലൂടെ നമുക്ക് അനാവരണം ചെയ്തു തരുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നാം ജീവിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ പലതും ദിവാസ്വപ്നം കണ്ടുകൊണ്ട് സമയം കളയുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, സ്വസ്ഥമായിരിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും നാം ചെയ്യേണ്ടത്. അതിനാൽ ഒരിക്കൽ കൂടി ഈ സുഭാഷിത രത്നത്തെ നമ്മൾ അയവിറക്കാം. ഓർമ്മയിൽ ജീവിക്കെ നമ്മൾ ഭൂതകാലത്തെ പുൽകുന്നു താനേ. ആശയിൽ ജീവിക്കെ ഭാവിയെ പുൽകുന്നു ചോർന്നു പോകും വർത്തമാനം.